നമസ്കാരം. കുമ്മനവും ചില പര്യായ പദങ്ങളും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനത്തിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യാൻ എത്രയോ അവസരങ്ങളുണ്ട്. കൊച്ചി മെട്രോയിൽ വലിഞ്ഞു കയറി ഉദ്ഘാടന യാത്ര നടത്തിയത് സുരക്ഷാ വീഴ്ച എന്നുപോലും ഒരു മന്ത്രി പ്രസ്താവന ഇറക്കി. പ്രതിപക്ഷ നേതാവിനെയും സ്ഥലത്തെ MP-യെയും MLA-യെയും ഒഴിവാക്കി ജനപ്രതിനിധിയല്ലാത്ത കുമ്മനം മെട്രോയിൽ യാത്ര ചെയ്തത് ഏതു വകുപ്പിൽ എന്നാണ് ആക്ഷേപം. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പോകുന്നിടത്തെല്ലാം ഭരണകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒപ്പം കൂടി അകമ്പടി സേവിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. BJP-യുടെ ഈ രാഷ്ട്രീയ പ്രോട്ടോക്കോളിനെ കുറിച്ച് അറിയാത്തവരാണ് കുമ്മനത്തിൻ്റെ മെട്രോ യാത്രയെ വിവാദ യാത്രയാക്കുന്നത്. അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. ഇത് കേരളമല്ല, ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗം ഇന്നു മാഞ്ഞുപോയി. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ചുള്ള യാത്രാ പരിപാടികൾ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അത് സംബന്ധിച്ച് ആരൊക്കെയാണ് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അത് സംബന്ധിച്ചുള്ള ലിസ്റ്റ് അവിടെ നിന്നും കേരള ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിലെൻ്റെ പേരുണ്ട്. കണ്ടോ കണ്ടോ, ഷൂസൊക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാൽ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ അവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. ഞാൻ ഇരുന്നത് പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ ഒപ്പമാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്നതാണ്. IG ഉണ്ട്, DIG ഉണ്ട്, DGP ഉണ്ട്. ക്രമസമാധാന നിലയുടെ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ചുമതല വഹിക്കുന്ന എല്ലാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അവരല്ലേ തടയേണ്ടത്. അപ്പോൾ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീഴ്ചയുണ്ടായാൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രി തന്നെയല്ലേ. അപ്പം ഞാൻ യാത്ര ചെയ്തതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചിട്ടാണ് ഒപ്പം യാത്ര ചെയ്തതെങ്കിലും എന്തെല്ലാം ആക്ഷേപങ്ങളാണ് കുമ്മനം കേൾക്കേണ്ടി വരുന്നത്. വലിഞ്ഞു കയറുക, ക്ഷണിക്കപ്പെടാത്ത അതിഥി, വിളിക്കാത്ത കല്യാണത്തിന് പോവുക തുടങ്ങിയ വാക്കുകളുടെ എല്ലാം പര്യായമായി ഇപ്പോൾ കുമ്മനം എന്ന വാക്ക് മാറി. കുമ്മനത്തെ കൂടി ഉൾപ്പെടുത്താൻ എല്ലാ ചരിത്ര മുഹൂർത്തങ്ങളും ഫോട്ടോഷോപ്പിൽ കയറുകയാണ്. അല്ല, ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രിയോടൊപ്പം ആര് യാത്ര ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയല്ലേ നിശ്ചയിക്കുന്നു. അതിന് ഞാനെന്ത് ചെയ്തു? എൻ്റെ പേര് ഉൾപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് തിരക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ഞാനുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ, അതൊക്കെ കണ്ടുവല്ലേ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന they feel insult അല്ലേ? That's I took some photos. ഇതും അങ്ങനെ എടുത്തതാണോ? Yes. Yeah.
ഞാൻ പറയില്ലേ, ഭാരതം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റിന്, സംസ്ഥാന അധ്യക്ഷന് ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പോകാൻ അദ്ദേഹത്തിന് എന്നോട് ആവശ്യപ്പെടാൻ ധാർമ്മികമായും നിയമപരമായും അവകാശമില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. കൊല്ലുന്നേ കൊന്നോട്ടെ. ശങ്കൂറ്റം ചോണക്കുട്ടി തന്നെ. മെട്രോ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കിട്ടാത്ത കയ്യടിയായിരുന്നു മെട്രോ മാൻ ഇ ശ്രീധരന് കിട്ടിയത്. ബാഹുബലി സിനിമയിൽ രാജാവായ പൽവാദേവന് കിട്ടാത്ത ജയാരവം ബാഹുബലിക്ക് കിട്ടുന്നത് പോലെ ഇതേ ശ്രീധരനെയാണല്ലോ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമമുണ്ടായത്. വെറുതെയല്ല ജനം എണീറ്റ് നിന്ന് കൈയടിച്ചത്. I would also welcome the Minister of Transport of Kerala, other ministers of the state government, the judges of the High Court, the Mayor of Kochi, members of Parliament and of the Legislative Assembly. I would be remiss if I did not specifically welcome Dr. Sridharan, who is one of India's one of India's most distinguished engineers and a source of inspiration for all Indians. None of us are in any doubt that our metro would not have been completed today without his dedication and commitment. I have great pleasure in welcoming you, sir, to this function. അത് സ്വാഭാവികമാണ്. ഞാൻ നാട്ടുകാരനാണല്ലോ, അധികാരനാണ്. സന്തോഷമുണ്ടല്ലേ? തീർച്ചയായിട്ടും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള ഭീമൻ പാലം ഉദ്ഘാടനം ചെയ്തിട്ടാണ് പ്രധാനമന്ത്രി കൊച്ചി മെട്രോയെ രാജ്യത്തിന് സമർപ്പിക്കാൻ എത്തിയത്. ഇത് രണ്ടിൻ്റെയും ഉദ്ഘാടനം മിസ് ചെയ്തതിൽ തുടങ്ങിവെച്ച കോൺഗ്രസ്സുകാർക്ക് വിഷമമുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. പദ്ധതികൾ പിന്നീട് വന്നവർ ഉപേക്ഷിച്ചില്ലല്ലോ. സർക്കാരുകൾ തുടർച്ചയാണ്. എന്തായാലും മലയാളം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തെ സൊമാലിയയോട് ഉപമിച്ച പ്രധാനമന്ത്രി പരിഹാരം ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊച്ചി മെട്രോയുടെ പ്രൗഢ ഗംഭീരമായ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുചേരുന്നതിൽ കേരള തിലയം കൊച്ചി ഇലയം ജനങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കുകയും അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, അഭിമാനിക്കുകയും ചെയ്യുന്നു. I am happy to be part of the inauguration of Kochi Metro. ഉമ്മൻചാണ്ടി കൊടി വീശി ഒരിക്കൽ മെട്രോ ഓടിച്ചതാണ്. ഇപ്പോൾ പിണറായി പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ശരിക്കും ഓടിച്ചു. വികസനത്തിന് കേന്ദ്ര സഹായം ഇനിയും വേണം. കേന്ദ്രത്തെ പൊക്കി രണ്ടു പറയുക തന്നെ. പ്രധാനമന്ത്രിയുടെ തിരക്ക് പിടിച്ച പരിപാടികൾ നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന് വളരെ തിരക്ക് പിടിച്ച പരിപാടികളാണ് എന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പ്രധാനമന്ത്രിക്ക് ആദ്യമേ തന്നെ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർത്താൻ ശ്രമിച്ചവർക്കെല്ലാം അല്പം നിരാശ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? കേന്ദ്രത്തിൻ്റെ സഹായം നല്ല രീതിയിൽ ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും
പോസിറ്റീവായ സമീപനമാണ് ഈ വികസന കാര്യങ്ങളിൽ പൊതുവിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ വരെ ജോസിനെ തള്ളിക്കൊന്നാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആളാ ഇവിടെ ഇതെന്നാ പറ്റിയതാണ്. കൊച്ചി മെട്രോ ആരുടെ മെട്രോ എന്ന തർക്കമായിരുന്നു ഇതുവരെ. എല്ലാം തീർന്നല്ലോ. ഇനി നമ്മുടെ മെട്രോ. ഇടവേളയാണ്. വൈരുദ്ധ്യാത്മിക വാദവുമായി ശൃംഗേരി ഭക്തൻ സുധാകര മന്ത്രി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഫൂൾസാണ് പറയുന്നത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി.